നമ്മൾ അടിപൊളി ഒരു ബനാന സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബനാന ബോൾസ് റെസിപ്പി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല കറുത്ത പഴുത്ത ഏത്തപ്പഴം ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്. ചെറുതായിട്ട് 4ആയിട്ടോ 2ആയിട്ടോ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ പീസ് ഇതുപോലെ ചെറിയ പീസസ് ആക്കി എടുത്തതാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഒരു 1.5 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ പഴുത്ത അരിഞ്ഞു വെച്ചിരിക്കുന്ന ബനാന നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ബനാന വെച്ചിട്ട് കുറേ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കയറി കാണണം. ഇപ്പം ഇത് നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. വഴന്നതിൻ്റെ ആ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഴം ഒന്ന് ഉടഞ്ഞ് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതാ ഏത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് പഞ്ചസാര ഇടുന്നത് ഏത്തപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം. അപ്പോൾ കുറച്ച് നല്ലതായിട്ട് മധുരം ഉണ്ടെങ്കിലാണ് നല്ലതെന്നാൽ അധികം മധുരവും വേണ്ട. നല്ല പഴുത്ത പഴമായതുകൊണ്ടാണ് ഞാനൊരു 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു 3 ടേബിൾ സ്പൂണേ കാണത്തുള്ളൂ. 3 ടേബിൾ സ്പൂൺ തന്നെ ഇല്ല, ഒരു 2.5 ടേബിൾ സ്പൂണേ കാണത്തുള്ളൂ. അത്രയും മതിയാവും. കാരണം നമ്മുടെ ഏത്തപ്പഴത്തിന് നല്ല മധുരമുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അതാ നല്ലതായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്നുണ്ട്. ഈ പഞ്ചസാരയും ഏത്തപ്പഴവും നെയ്യും എല്ലാം കൂടെ വരുമ്പോൾ നല്ലതായിട്ടൊന്ന് കുഴഞ്ഞ് വരണം. പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായിട്ട് ഏത്തപ്പഴത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇങ്ങനെ ഉടച്ചു കൊടുക്കാമേ. തവി കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പം പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞ് നമുക്ക് കിട്ടും. നല്ലതായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു സ്വീറ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു റെസിപ്പിയാണ്. അധികം സാധനങ്ങളൊന്നും നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ടതായിട്ടില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ പഴം വാങ്ങിക്കുമ്പോൾ ഒത്തിരി തൊലി കറുത്താന്ന് പറഞ്ഞുകൊണ്ട് കളയരുത്. അപ്പം ഇങ്ങനത്തെ ഈ ഒരു സ്നാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതാ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ പഴമൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി തേങ്ങ അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. നെയ്ക്കകത്ത് തന്നെ ചേർക്കാൻ നോക്കണം. നെയ്ക്കകത്ത് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് റവ നമുക്ക് ചേർക്കണം. അപ്പോൾ നമുക്കിത് വറുത്ത റവയാണ്. വറുക്കാത്ത റവ വേണമെങ്കിലും ചേർക്കാം. വറുത്ത റവയാകുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇത് 1/4 കപ്പായിരുന്നു. 1/4 കപ്പിൻ്റെ 2 കപ്പ്. 1/2 കപ്പ് ഞാൻ റവ ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വറുത്ത റവയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ റവയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി നമുക്ക് ഈ ഏത്തപ്പഴത്തിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരല്പം കൂടെ പാല് നമുക്ക് വേണം. അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് ഒട്ടും കുറഞ്ഞും കൂടാനും ഒന്നും പാടില്ല. അപ്പം നമ്മൾ
പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പാലിനകത്തൂടെ കിടന്ന് ഈ റവയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് നമുക്ക് കിട്ടണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്കയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഏലക്കയും ഒരല്പം പഞ്ചസാരയും കൂടെ കൂട്ടി ചേർത്ത് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പം നന്നായിട്ട് നമുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമുക്ക് ഈ പാനിൻ്റെ സൈഡിൽ നിന്നെല്ലാം നല്ലതായിട്ട് തന്നെ ഇളകി തന്നെ നമുക്ക് കിട്ടണം. അതുവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടിയോ എന്ത് വേണേലും നമുക്ക് ചേർക്കാം. ഞാൻ കുറച്ച് കാഷ്യൂ ആണ് ചേർക്കുന്നത്. ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പം നമ്മുടെ ഈ പാനിൽ നിന്നൊക്കെ ഒന്ന് ഇളകി എല്ലാം നല്ലതായിട്ട് ഇട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. മിക്സ് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കണം. അപ്പം ഇതാ കുറച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിൽ എണ്ണ വേണമെങ്കിൽ പുരട്ടാം, കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാൻ വേണമെങ്കിൽ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെറിയ ഇതെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കാം. ഇതുപോലുള്ള ബോൾസാക്കി നമുക്ക് എല്ലാം എടുക്കാം. അപ്പം നമ്മൾ എല്ലാം ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കണമെങ്കിലും ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഫ്രൈ ഒന്നും ചെയ്യണ്ടായെങ്കിൽ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നു. അതൊന്ന് ഒരു കോട്ടിങ് പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ്. ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതിട്ടൊന്ന് തിരിച്ചു മറിച്ചിങ്ങ് ഇട്ടെടുക്കുകയാണ്. ഉണ്ണിയപ്പച്ചട്ടി വേണമെന്നൊന്നുമില്ല, നമുക്ക് സാധാരണ പാനാണെങ്കിലും മതി. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട്, നെയ്യാണ് ടേസ്റ്റ്, നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് എല്ലാം കൂടി ഒരു 2 മിനിറ്റ് അത്രയും മതി. ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഈ ബോൾസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ച് ഇട്ട് വേഗം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ട് കിട്ടും. ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് നമുക്കതിന് മണ്ടയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാം. ചുമ്മാ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഒരുപാട് നെയ്യൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ തേച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. നമുക്കിതൊന്ന് കറക്കി കൊടുക്കാം. ഇതിപ്പം നമുക്ക് ഏകദേശം ഒന്ന് ടോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമ്മളങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കുന്നില്ല. അപ്പം നമുക്കിത് എടുക്കാം. അപ്പോൾ നമുക്കിനി അടുത്തത് ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് തേങ്ങാപ്പീര മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാനിവിടെ സാധാരണ തിരുമിയ തേങ്ങയാണ്, അല്ല നിങ്ങൾക്ക് കുറച്ച് വെച്ചേക്കാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് തേങ്ങയൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് വെച്ചേക്കാനൊന്നുമല്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ ബൈ.